ഒരു 2.5 കൊല്ലം മുമ്പ് കിട്ടിയ വചനമാണത്. കാര്യം ഈ പ്രപഞ്ച പ്രകൃതി നമുക്കറിയാം. ഇപ്പോഴേ ആമസോൺ വനങ്ങളെക്കുറിച്ച് അത് കത്തി എരിഞ്ഞില്ലേ കഴിഞ്ഞ 2 മാസം മുമ്പ്? കുറേ ആയിരക്കണക്കിന് ഏക്കർ മരങ്ങൾ കത്തിപ്പോയായിരുന്നു. അപ്പോഴും മാർപ്പാപ്പ അതിനെക്കുറിച്ച് സങ്കടത്തോടെ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പറഞ്ഞ് ആമസോൺ വനങ്ങൾ ഭൂമിയുടെ ശ്വാസകോശമാണെന്ന് പറഞ്ഞ് നമുക്ക് ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? മരങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ? നമ്മുടെ കാർബൺ ഡയോക്സൈഡ് മരങ്ങളെടുത്തിട്ട് മരങ്ങൾ നമുക്കതിനെ ഓക്സിജനായിട്ട് തരും. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ശ്വസിച്ച് നിലനിന്ന് പോണത്. അപ്പോഴേ അത്രയും മരങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ബ്രസീലിയൻ സർക്കാർ കാർഷിക ആവശ്യത്തിന് വേണ്ടി വാട്ടർ ബെൽറ്റും ഫയർ ബെൽറ്റൊക്കെ ഉണ്ടാക്കി വളരെ സുരക്ഷിതമായിട്ടാണ് കൃഷിഭൂമിക്ക് വേണ്ടി കാടിന് തീയിട്ടതാണ് അവർ. മനുഷ്യൻ തന്നെ കാടിന് തീയിട്ട് അവൻ്റെ ശ്വാസകോശത്തെ പുകയേറ്റ് ശ്വാസം മുട്ടിക്കുന്ന ഒരു ശ്വാസം മുട്ടലാണ്. നിലനിൽപ്പിന് വേണ്ടി ജീവജാലങ്ങൾ മൊത്തത്തിൽ ലോകത്തനുഭവിക്കുമ്പോഴാണ്, അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ആമസോൺ സിനഡ് നടക്കുന്നത്. 2 കാര്യങ്ങളാണ്. വൈദിക ദാരിദ്ര്യം സഭയെ ശരിക്കും വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് കേരളത്തിൽ അത് വിഷയമല്ലെങ്കിലും മറ്റ് ഭൂഖണ്ഡങ്ങളിലൊക്കെ അഭിഷിക്തരുടെ കുറവുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയാണ് പരിശുദ്ധാത്മാവിലെ പിതാക്കന്മാർ സുനകദോസിലൂടെ പ്രാർത്ഥിച്ചും ചർച്ച ചെയ്തു. സഭയുടെ പാരമ്പര്യത്തിന് വിശുദ്ധിക്കും കളങ്കമില്ലാത്ത ശക്തിയുടെ പുതിയ തീരുമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ നോക്കിപ്പാർക്കുന്നത്. കൃപാസനത്തിൽ 2004 കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച, 2ാം ശനിയാഴ്ച. അപ്പോൾ ഒരു കുഞ്ഞ് സുഖപ്പെട്ട്, അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ സാക്ഷ്യം നൽകിയത് കടുത്ത രോഗത്തിലും മരണവക്രത്തിലുള്ള കുഞ്ഞിനെ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ രാത്രി ഒരു സിൽവർ ഷോൾ, ഒരു ചാര നിറത്തിലുള്ള സിൽവർ ഗ്രേയിലുള്ള ഒരു ഷോള് കുഞ്ഞിനെ ഇങ്ങനെ തഴുകിപ്പോയെന്നാണ്. ഇത് ഞാൻ എൻ്റെ ഇടവകയിരുന്ന് ലൈവായിട്ടിത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സിൽവർ ഷോള് എന്ന് പറഞ്ഞ ആരാണത്? കൃപാസന അമ്മയാണ്. പക്ഷേ അത് വ്യാഖ്യാനിച്ചു കൊടുത്ത ബ്രദറിനത് ലിങ്ക് പോയായിരുന്നു. എൻ്റെ ഈ സാക്ഷിയൊക്കെ പറയാൻ നിൽക്കുന്നവരെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കാര്യം അതൊരു ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ട ഒരു വലിയ ദൈവശുശ്രൂഷയാണ്. കാര്യം കൃപാസനത്തിൽ സംഭവിക്കുന്ന സാക്ഷ്യങ്ങൾ ഉടമ്പടിയുമായിട്ടോ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുമായിട്ട് ബന്ധപ്പെട്ടാണത് സംഭവിക്കുന്നത്. ഉടമ്പടിയുമായിട്ട് സംഭവിക്കുന്നത് സ്പീഡാണ്, ഭയങ്കര പെട്ടെന്ന് സ്പീഡായിട്ട് വരുന്ന പല കാര്യങ്ങളും ഉടമ്പടിയുടെ സമയത്തെ ചുരുക്കുന്ന മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഇടപെടലാണ്. അത് പക്ഷേ വ്യാഖ്യാനിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ സാക്ഷ്യം പറയുന്നവർക്ക് കഴിയണം. അതിന് പ്രത്യേക അഭിഷേകം വേണം. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഒരു വല്യമ്മ കയറി വന്നില്ലേ, അനീറ്റ തോമസ് എന്ന് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓഫീസിൽ ഇരുന്ന് പറഞ്ഞ് ഇവർ അനീറ്റ തോമസ് അല്ല കയറി വരണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സിസ്റ്ററിന് അത് മനസ്സിലായില്ലേ. അവരെ വന്ന് ഞാനൊക്കെ പറഞ്ഞിട്ട് പോയി. കുരിശിൻ്റെ വഴിയാ. അതൊന്നും കൃപാസന സാക്ഷ്യങ്ങളെ അല്ല ശരിക്കും. അതായത് കൃപാസന സാക്ഷ്യങ്ങളെന്ന് പറയുമ്പോൾ അനീറ്റ തോമസ് പിന്നെയാണ് വന്നത്, കയറിയിട്ടുണ്ട് അല്ലേ? ആ, കൃപാസന സാക്ഷ്യങ്ങളെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അമ്മയുടെ സാന്നിധ്യം, അല്ലെങ്കിൽ സമയത്തിൻ്റെ സ്വാധീനം. ഇത് രണ്ടുമാണ് ഇതിൻ്റെ മൗലിക സാക്ഷ്യങ്ങളെന്ന് പറയണത്.
അപ്പോൾ സാക്ഷ്യം പറയുന്ന എല്ലാവരെയും അവർക്ക് അതിനാവശ്യമായൊരു അഭിഷേകം കിട്ടാൻ വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വാഴ്ചയുണ്ടായിരുന്നു. ഇപ്പം പലരുടെയും സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യമോ സാന്നിധ്യത്തിൻ്റെ അടയാളമോ വ്യക്തമാണ്. ഒന്നെങ്കിൽ അമ്മയുടെ തനി സാന്നിധ്യം. ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, അമ്മയെ രാത്രി സ്വപ്നം കണ്ടുവന്ന് ഒരു സാക്ഷ്യം കേട്ടില്ലേ. പെട്ടെന്ന് അവിടെ സാക്ഷ്യം എന്താണ് അവർ പറയണത്? അവർ അമ്മയെ സ്വപ്നം കണ്ട ഉടനെ അവർ എഴുന്നേറ്റിട്ട് സ്വപ്നം എന്താണെന്ന് ദൈവത്തോട് ചോദിക്കുന്നുണ്ടല്ലേ. ചോദിക്കുമ്പോൾ ദൈവം പറയും, മനസ്സിൽ പരിശുദ്ധാത്മ പറയും, നീ കർത്താവിൻ്റെ വചനമെടുത്ത് പരിശോധിക്കാൻ പറയും. ഒന്ന് സംഖ്യ 8:89 എന്തോ ഒരു വചനം എടുത്തവരെ എടുത്ത് നോക്കുമ്പോൾ എന്താ പറഞ്ഞത്? വാഗ്ദാന പേടകം. വാഗ്ദാന പേടകത്തിൻ്റെ കെറൂബുകൾക്ക് ഉള്ളിലെ കൃപാസനത്തിലൂടെ ദൈവം മോശയോട് സംസാരിച്ചു വന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? വാഗ്ദാന പേടകം അമ്മയാണ്. ചില കോണ്ടസ്റ്റിൽ അത് ഈശോയുമായി മാറും. രണ്ടും ശരിയാ. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ആ വാഗ്ദാന പേടകത്തിൻ്റെ മുകളിലുള്ള കെറൂബുകളുടെ ഇടയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അതിനാണ് കൃപാസനം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ കൃപാസനത്തിലൂടെയാണ് ജനത്തിനോട് ദൈവം സംസാരിക്കുന്നത്. അതാണ് പഴയ നിയമത്തിലെ സംഖ്യാവചനങ്ങളിലുള്ളത്. അപ്പോൾ ഈ മകളോട് എന്താ പറഞ്ഞത്? അമ്മമാതാവിന് സ്വപ്നം കാണിച്ചിട്ട് ദൈവമാണ് അവളോട് സംസാരിച്ചതെന്നാണ് അതിൻ്റെ അർത്ഥം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒക്കെ കരുതുന്നതിനേക്കാളും വിഷയം വളരെ ഗൗരവമുള്ളതാണ്. പിശാച് പ്രവർത്തിക്കാൻ തുടങ്ങി കണ്ടില്ലേ. ചില ആൾക്കാരോട് എന്നാ പറയണത്? അയ്യോ, ഉടമ്പടി ഒരു വർഷം എടുക്കുമല്ലോ എന്ന്. ഉടമ്പടി 1 മിനിറ്റ് പോലും എടുക്കത്തില്ല. ഉടമ്പടി 1 മിനിറ്റ് പോലും എടുക്കത്തില്ല. ഉടമ്പടി എടുക്കാൻ നീ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവിക ഇടപെടൽ തുടങ്ങും. പക്ഷെ നീ തീരുമാനിക്കുമ്പോൾ അത് വലിയൊരു തീരുമാനമായിരിക്കണം. എന്താണ് ഉടമ്പടി? ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഉൾക്കാമ്പ് എന്താണ്? നമ്മുടെ വിശ്വസ്തതയാണ്. അപ്പോൾ നീ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ ചില ആൾക്കാരെന്തെങ്കിലും അറച്ചറച്ച് നിൽക്കണമെന്ന് പറഞ്ഞില്ലേ, അവർ കൂടിയ വിശ്വസ്തതയുള്ളവരാണ്. അല്ലാതെ അവർ അവിശ്വസ്തരല്ല. എടുത്താൽ കൃത്യമായിട്ട് ചെയ്യണമെന്ന് ആന്തരികമായി ബോധ്യമുള്ളവരാണ് എടുക്കാൻ വേണ്ടി താമസിക്കുന്നത്. പക്ഷെ അവരെങ്ങനെ എടുക്കുകയാണെങ്കിൽ അവരെ ചെയ്യുകയും ചെയ്യും. അവരെടുക്കാൻ തീരുമാനിക്കുന്ന നിമിഷം മുതൽ ദൈവിക ഇടപെടലുണ്ടാകുകയും ചെയ്യും. ഒരേ സമയത്ത് നമ്മളെ വിശുദ്ധീകരിക്കുകയും അതേസമയം തന്നെ ശക്തീകരിക്കുകയും ചെയ്യുന്ന പക്കാ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി മുടങ്ങിപ്പോയച്ചാന്ന് പറയും. നമ്മൾ എന്നാ പറ്റി? എൻ്റെ അപ്പം മരിച്ചു പോയച്ചാ, അപ്പനുമായിട്ട് ആശുപത്രിയിലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മകൾ വിഷമിക്കേണ്ട, മകൾ മുമ്പോട്ടേ പോകാവൂ, പുറകോട്ട് പോരരുത്. അടുത്ത പ്രാർത്ഥന കൂടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് മുന്നോട്ട് പോകണം. ഒരിക്കലും പുറകോട്ട് പോകരുത്. ഞങ്ങളെപ്പോഴും ചെയ്യണത് എന്താ? നിങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ചീട്ട് നോക്കിയിട്ടാണ് ഞങ്ങളത് പുതുക്കി തന്നത്. ഇപ്പോൾ ഏപ്രിൽ മാസം മുടങ്ങിയെന്ന് പറഞ്ഞാൽ ഏപ്രിൽ കഴിഞ്ഞിട്ട് വരുന്ന മെയ് മാസത്തെ കാർഡ് എടുത്തിട്ട് ആ എണ്ണം നോക്കിയിട്ട് ഞങ്ങൾ 3 കാർഡുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3 മാസത്തേക്ക് മക്കൾക്കത് പുതുക്കി തരും. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ, പുറകോട്ട് പോകരുത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. വെള്ളം അടി നിർത്തിയ ആൾക്കാരുണ്ടാകും, ഇല്ലേ? മദ്യപാനം നിർത്തിയ ആൾക്കാരുണ്ടാകും.
അസൂയ, പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, അങ്ങനെയുള്ള ലോകാരൂപി ജഡാരൂപിയുടെ പ്രകൃതിയോട് പൂർണ്ണമായും പിന്തിരിഞ്ഞവരുണ്ടാവും ഉടമ്പടിയിലൂടെ, അല്ലേ? വീണ്ടും നിങ്ങൾ മുമ്പോട്ട് പോകാവൂ, പുറകോട്ട് പോകരുത്. പുറകിലുള്ള എന്താ, ഇടയ്ക്കൊക്കെ ഇറച്ചിച്ചട്ടിയുടെ മണം വരുവേ. പുറപ്പാട് പുസ്തകത്തിലൊരു മണമാണത്, പ്രലോഭനത്തിൻ്റെ ഒരു മണമാണ് ഇറച്ചിച്ചട്ടിയുടെ മണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അത് വാഗ്ദാന നാട്ടിലല്ല ഇരിക്കണത്, ഈജിപ്തിലാണ്. ഇറച്ചിച്ചട്ടിയുടെ മണം വരുമ്പോൾ ഓർക്കുക, അത് വാഗ്ദാന നാട്ടിൽ നിന്ന് വന്ന മണമല്ല, അത് പാപത്തിൻ്റെ ഭവനത്തിൽ നിന്ന് വന്ന മണമാണ്. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഈ പുറപ്പാട് പുസ്തകം 16:3 മോശയോട് ഇടിവെക്കണേ എന്തിനാ? ഞങ്ങളെ പട്ടിണിയാണ്, ഞങ്ങളിവിടെ ഈജിപ്തിലെ ഇറച്ചിപ്പാത്രത്തിൻ്റെ അപ്പുറവും ഇപ്പം ഇരുന്നുകൊണ്ട് ആവോളം തിന്ന് വിശപ്പിടയ്ക്ക് കാലം ഓർത്ത് ഞങ്ങൾ സങ്കടപ്പെടണം എന്നാണ് മോസസിനോട് പറഞ്ഞത്. അപ്പം ഈ പുറപ്പാട് യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ച് വീണ്ടും ചെല്ലാൻ ആഗ്രഹിക്കും. ഇപ്പം നീ വ്യഭിചാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇറച്ചിച്ചട്ടിയുടെ മണം ഇടയ്ക്കൊക്കെ വരും, തിരിച്ചു പോയാലോ എന്ന് ഓർക്കും. അപ്പോൾ ഈ നമ്മുടെ പുറപ്പാട് 16:3 ഈ പ്രലോഭനത്തിൻ്റെ പുറപ്പാട് ഗന്ധമില്ലേ? അപ്പോൾ എപ്പോഴും നോക്കണം, അത് വാഗ്ദാന നാട്ടിൽ നിന്നല്ല ഉള്ളത്, വിട്ടുപോകുന്ന പാപത്തിൻ്റെ ഭവനത്തിൽ നിന്നാണ് ആ മണം വരുന്നത്. അപ്പം നിനക്ക് പുറകോട്ട് പോകാൻ എപ്പോഴും തോന്നിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ മുമ്പോട്ട് പോകുന്നതിന് ഇത്രയും വിലയുള്ളത്. പ്രൈസ് ദി ലോർഡ്. എബ്രാഹാം എന്താണ് ഉടമ്പടി ചെയ്യണത്? എബ്രാഹാം താൻ വയസ്സായ കാലമാകുമ്പോൾ തൻ്റെ ഭൃത്തിനെ വിളിച്ചിട്ട് അവൻ്റെ കൈ തോടയുടെ അടിയിൽ വെക്കും, അല്ലേ? എന്നിട്ട് എന്നാ പറയണത്? കർത്താവ് സാക്ഷി, ഞാനും നീയും തമ്മിലൊരു ഉടമ്പടിയാണ്. എന്താ? നീ എൻ്റെ മകൻ ഇസഹാക്കിന് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കണം. കർത്താവ് നിനക്കത് ഏൽപ്പിച്ചു തരും, അവളെ കാണിച്ചു തരും. അപ്പം എപ്പോഴും നമ്മൾ കർത്താവിന് പണ്ട് മുതലേ ഉള്ള ഒരു ജോലിയാണ് എന്താണ്? നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ നമ്മൾക്ക് കാണിച്ചു തരിക. അപ്പം എന്നിട്ടിപ്പം മനസ്സ് വിചാരിക്കാൻ പല പല ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങ് പറഞ്ഞ പോലെ ആ പെൺകുട്ടി എൻ്റെ കൂടെ പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഉടനെ എബ്രാഹാം പറയും, കർത്താവ് സാക്ഷി, അവൾ നിൻ്റെ കൂടെ പോകുന്നില്ലെങ്കിൽ നീ ഈ ഉടമ്പടിയിൽ നിന്ന് റിലീവ്ഡാണ്, വിമുക്തനാണ്. പക്ഷേ എൻ്റെ മകനെ നീ തിരിച്ച് കൊണ്ടുപോകരുത്, ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ സ്ഥലത്തേക്ക്. ആ നിർദ്ദേശങ്ങളെല്ലാം വളരെ ശ്രദ്ധേയമാണ്. ഗ്രഹാരാധകരുടെയും സത്യദൈവ വിശ്വാസമില്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ ദൈവത്തെ തേടി പുറപ്പെട്ടത്. എൻ്റെ മകൻ കെട്ടിയാലും കുഴപ്പമില്ല, നീ വീണ്ടും അവിശ്വാസത്തിലേക്ക് പോകരുത്. കൈയിട്ടിച്ച് കർത്താൻ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക, കയ്യിൽ തൊടയിൽ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എബ്രാഹാം ചെയ്തതുപോലെ ഒരു ഉടമ്പടിയാണ് ഞങ്ങൾ ചെയ്തത്. ഉടമ്പടി വിഷയങ്ങളിലെ ഞങ്ങൾ ചില കാര്യങ്ങൾ താമസിച്ചാലും അത് നടന്നില്ലെങ്കിലും ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ ജഡലോകത്തിലേക്ക് പാപശീലങ്ങളിലേക്ക് തിരികെ പോകാതിരിക്കാൻ ശക്തി തരണമേ. എബ്രാഹത്തിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, തിരുവചന വെളിപാടിന് നന്ദി പറയുന്നു. ഞങ്ങൾ ഉടമ്പടി ചെയ്ത മക്കളാണ് കർത്താവേ. ഒരിക്കലും പുറകോട്ട് നോക്കാൻ, ഉറപ്പോൻ തിരിഞ്ഞു പോക്കാൻ
ഞങ്ങൾക്കിടവരാത്ത രീതിയിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം 8-ാമത്തെ തിരുവചനമാണ്. അവൻ്റെ പ്രതിസുത വധു നിൻ്റെ കൂടെ തിരിച്ചു പോകുന്നില്ലെങ്കിലും എൻ്റെ മകനെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ സ്ഥലത്തേക്ക്, എബ്രാഹാം എവിടുന്നാണ് വരുന്നത്? ഊറിൽ നിന്നാണ് വരണത് അല്ലേ? കാനാൻ ദേശത്താണ് ഇവിടെ താമസിക്കുന്നത്. ഊറിൽ നിന്നാണ് വരണത്. ഊർ എവിടെയാണ്? ഇറാഖിലാണ്. ഇപ്പോഴത്തെ ഇറാഖിലാണ് ഊറെന്ന് പറയണത്. അവിടെ അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള സത്യദൈവ ആരാധന ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ആണ് പറയണത്, എൻ്റെ മകനെ നീ തിരിച്ച് കൊണ്ടുപോകരുത്. നമ്മൾ സത്യമല്ലാത്ത പല ജീവിത രീതികൾ, പല പെരുമാറ്റ ശീലങ്ങൾ, പല സ്വഭാവശീലങ്ങളൊക്കെ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി 23:8 എൻ്റെ മകനെ നീ തിരികെ കൊണ്ടുപോകരുത്, ദൈവപൈതൽ തിരികെ പോകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളുടെ ഈ പുറപ്പാട് 23:8 പുറപ്പാടിൻ്റെ ഉൽപ്പത്തി 23:8 പുറപ്പാട് 16:3 ഈജിപ്തിലെ ഇറച്ചിച്ചട്ടിയുടെ അർത്ഥപിടിപ്പിക്കുന്ന ഗന്ധവും, ഈ രണ്ട് വചനങ്ങളും നമ്മളോട് എന്താ പറയണത്? നമ്മൾ ദൈവത്തെ പ്രതി ഉപേക്ഷിച്ച് കളഞ്ഞ മ്ലേച്ഛ പാപങ്ങളിലേക്ക് ദൈവപൈതലെ തിരിച്ചു പോകരുത്. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കാരുണ്യത്തിന് വിശ്വസ്തതയുടെ ഒരു അടയാളമാണ് തിരിച്ചു പോകാതിരിക്കാനുള്ള തീരുമാനം. നിങ്ങളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴോ ഉടമ്പടി പ്രാർത്ഥന ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് സന്ധ്യാപ്രാർത്ഥന എന്താണ്? ഉടമ്പടി പ്രാർത്ഥന അല്ലേ? സന്ധ്യപ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് പച്ചത്തിരി കത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിൽ ഓർക്കണം, കർത്താവേ തിരിച്ചു പോകാതിരിക്കാൻ സഹായിക്കണമേ. കുശുമ്പ്, കുഞ്ഞായ്മ, അതുപോലെ തന്നെ അസൂയ, പരദൂഷണ, ഇങ്ങനെയുള്ള എല്ലാത്തിലെയും നമ്മൾ തിരിച്ചു പോകുന്നതാണ്, വിട്ടു പോകുന്നതാണ്. ഇനി അതിലേക്ക് തിരിച്ചു പോരാതിരിക്കാൻ. അപ്പം നിനക്ക് ഭൗതികമായ ആനുകൂല്യങ്ങൾ, അനുഗ്രഹങ്ങൾ താമസിച്ചാലും നീ പഴയതിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് വെച്ചാൽ അതെന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യണമെന്ന് നിനക്കറിയാവോ? ശരണമെന്ന പുണ്യമായിട്ടാണ്. പറഞ്ഞ മനസ്സിലായോ? അതായത് നിൻ്റെ മകൻ്റെ ജോലി അല്ലെ നിൻ്റെ വിവാഹം. ഇപ്പം ഇന്നൊരു സാക്ഷ്യം കണ്ടില്ലേ, 44 വയസ്സുള്ള മകൻ വിവാഹം കഴിച്ചു. അതെ, അവൻ്റെ ഭാര്യ എവിടെ നിന്ന് വന്ന്? സ്പെയിനിൽ നിന്ന് വന്നതാണ്. ദാറ്റ് മീൻസ് നിനക്ക് 44 വയസ്സായാലും ജീവിത പങ്കാളി സ്പെയിനിലായാലും കാനഡ ആയാലും കർത്താവ് പിടിച്ചുകൊണ്ട് വന്നതിൻ്റെ കെട്ടിക്കുമെന്ന് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. കേൾക്കുമ്പോൾ മനസ്സിലാകണ്ടേ? അത് ഏത് സ്പെയിനിലായാലും വത്തിക്കാനിലായാലും ഫ്രാൻസിലായാലും നിനക്ക് 40 കഴിഞ്ഞ് 44 മാതാവ് വിചാരിച്ച ജീവിത പങ്കാളിയെ കൊണ്ടുവന്ന് നിന്നെ കല്യാണം കഴിപ്പിക്കുക. അമ്മയുടെ ഒത്തിരിയേറെ വധുക്കളും വരന്മാരും ഉണ്ട്. നിൻ്റെ ജീവിതം അമ്മയ്ക്ക് നിന്നേക്കാൾ പ്രിയപ്പെട്ടതാണ്. കാര്യം എന്താണെന്നറിയാവോ? വിവാഹവേളയിൽ വരനെ കാണാതിരുന്ന സംഭവമല്ല, വീഞ്ഞ് തീർന്നു പോയ സംഭവത്തിന് പോലും സമാധാനം ഉണ്ടാക്കിയ ആളാണ്. കൈയിട്ടിച്ച് കർത്താവിന്റെ പരമദിവ്യകാരുണ്യത്തിന്. ഇപ്പം മരുഭൂമി യാത്രയാകുമ്പോൾ സ്വാഭാവികമായ വാഗ്ദാന നാട് അനുഗ്രഹത്തിൻ്റെ മണ്ണിലേക്കുള്ള യാത്രയിൽ സ്വാഭാവികമായി കുറച്ച് കഴിച്ച അനുഭവങ്ങളുണ്ടാവും. നമ്മളെല്ലാവരും അനുഗ്രഹത്തിൻ്റെ മണ്ണിലേക്ക് ഉള്ള യാത്രയാണല്ലേ. മകൻ്റെ കല്യാണമായാലും മകളുടെ കല്യാണമായാലും ജോലിയായാലും വീടായാലും കടങ്ങളുടെ പരിഹാരമായാലും അനുഗ്രഹത്തിൻ്റെ വാഗ്ദാന ഭൂമിയിലേക്കാണ് നമ്മൾ ഉടമ്പടി ചെയ്ത്
യാത്ര നടത്തിക്കൊണ്ടിരിക്കണം അല്ലേ. അതിലിടക്കൊക്കെ ഇത്തരത്തിൽ കഴിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇടയ്ക്കൊരു കഴിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളതിനെ മധുരിപ്പിക്കണം. എല്ലാ കഴിച്ച അനുഭവങ്ങൾക്കും മധുരിപ്പിക്കാൻ കഴിയും. അവർ ചെങ്കടൽ കടന്ന് മഹാത്ഭുതം കണ്ട് ഇപ്പോഴത്തേക്ക് വന്നപ്പോൾ ഷൂർ മരുഭൂമി വന്ന് വാഗ്ദാന നാട്ടിലേക്കുള്ള യാത്രയിൽ പിന്നെയും മുന്നോട്ടാണ് അവർ പോണത്. മുന്നോട്ട് പോയപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇത് വെള്ളമില്ലാതെ 2.5 മാസത്തോളം ഇങ്ങനെ വരണ. ഈ 2.5 മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ വെള്ളം കാണാതെ നല്ല ദാഹവും പരമേശവും ഉണ്ടാവും. പക്ഷെ അവസാനം അവർ വെള്ളം കണ്ടുപിടിക്കും. ആർത്തിയോടെ ചെന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കിയപ്പോഴുണ്ട് എന്താണത്? കയ്പ്പ്. കഴിച്ചനുഭവം ഉണ്ടാവും. ചില ഏജൻറ്റുമാർ നമ്മളെ പറ്റിച്ചെന്നും വരും. കഴിച്ചനുഭവമാണതേ. കാനഡയിൽ പോകാമെന്ന്, കൊണ്ടുപോകാമെന്ന്, മാട്ടായി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ചില ഏജൻറ്റുമാർ നമ്മളെ പറ്റിക്കും. ഈ യാത്രയിൽ കഴിച്ചനുഭവങ്ങളുണ്ടാവും. നമുക്ക് ഓഫർ ചെയ്തിരുന്ന ആൾക്കാർ, സ്ഥലം മേടിച്ച ആൾക്കാർ, സ്ഥലം മേടിക്കാമെന്ന് പറഞ്ഞ് നമുക്ക് അഡ്വാൻസ് തന്ന ആൾക്കാർ, നമ്മൾ ആ പ്രമാണം ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കും. പക്ഷേ പ്രമാണം ചെയ്യണ ഒരാഴ്ച മുമ്പ് പറയും, ഞങ്ങൾക്ക് സ്ഥലം വേണ്ട, നിങ്ങൾ വിൽക്കുമ്പോൾ ഞങ്ങൾ തന്ന കാശ് തന്നാൽ മതി എന്ന് കഴിച്ചനുഭവമായി. അപ്പോൾ നമ്മളെല്ലാ അനുഗ്രഹത്തിൻ്റെ യാത്രയിൽ ചില കഴിച്ച അനുഭവങ്ങളുണ്ടാകും. എല്ലാ കഴിച്ച അനുഭവങ്ങളെയും മധുരിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ സാക്ഷികൾ കയറി പറഞ്ഞിട്ട് പോയത് അല്ലേ. മോസസിനോട് പറഞ്ഞു, ഈ വെള്ളം കയ്പ്പാണ്, മാറാ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ കയ്പ്പെന്നർത്ഥം. വെള്ളം, ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ കയ്പ്പെന്നാക്കി കളഞ്ഞു. മാറായിലെത്തിയപ്പോൾ വെള്ളം കഴിച്ചു. അപ്പോൾ ജനം പറഞ്ഞു, ഇത് കുടിക്കാൻ പറ്റണില്ല, എന്ത് കുടിക്കും ഞങ്ങളെന്ന് ചോദിച്ചു. മോസസിനോട് ചോദിച്ചത് എന്താണ്? ഞങ്ങൾ വെള്ളം കയ്പായി പോയി, ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് ചോദിച്ചു. എന്ത് കുടിക്കുമെന്ന് ചോദിക്കണത് ആരാ? കർത്താവിൻ്റെ കാലം വന്നപ്പോൾ നമ്മൾ ഇപ്പോഴേ കേൾക്കുന്ന വചനം എവിടെ നിന്നാണ് കേൾക്കണത്? പുറപ്പാട് 15:24 നിന്നാണ്. പുറപ്പാട് 15:24. ഇത് വെള്ളം കയ്പാണ്, ഞങ്ങൾ എന്നാ കുടിക്കും എന്ന് ചോദിക്കും. എന്ത് കുടിക്കും, എന്ത് കഴിക്കും, എന്ത് ധരിക്കും എന്നൊക്കെ ചോദിക്കണത് ആരാ? അവിശ്വാസികളാണെന്നാണ് കർത്താവിൻ്റെ കാലത്ത് കർത്താവ് പറഞ്ഞത്. വെള്ളം കഴിച്ചിട്ടല്ല, അവർക്ക് വിശ്വാസം കുറവാകുമ്പോൾ വെള്ളം കഴിക്കണതാ. ഇപ്പം നമ്മൾ ലൂക്ക 6:32 വായിക്കണത് എന്താണ്? എന്ത് കഴിക്കും, എന്ത് കുടിക്കും എന്ന് ചോദിക്കണത് അവിശ്വാസികളാണെന്നല്ലേ ഈശോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്ത് കുടിക്കുമെന്നാണ് പുറപ്പാട് ചോദിക്കണത് അല്ലേ. 15:24. എന്തുകൊണ്ടാണ് എന്ത് കുടിക്കുമെന്ന് ചോദിക്കണത്? എന്ത് കുടിക്കുമെന്ന് ചോദിക്കണത് വിശ്വാസം കുറവുള്ളവരാണ്. വെള്ളം കഴിക്കണത് ആർക്കാണ്? വിശ്വാസം കുറവുള്ളവർക്കാണ്. വെള്ളം കഴിച്ചതാണെങ്കിൽ അതിനെ മധുരിപ്പിക്കാൻ ആർക്ക് കഴിയും? വിശ്വാസിക്ക് കഴിയണം. മോസസ് ദൈവത്തോട് ചോദിക്കും, വെള്ളം കുടിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞ് ജനങ്ങൾ വളരെയേറെ സങ്കടപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം മോസസിനോട് എന്നാ പറഞ്ഞത്? ഒരു മരക്കഷ്ണം കാണിച്ചു കൊടുത്തു ഇല്ലേ. നമ്മൾ പുറപ്പാട് 15:24 മോസസിന് ഒരു മരക്കഷ്ണം കാണിച്ചു കൊടുക്കും. മരക്കഷ്ണം കാണിച്ചു കൊടുത്തിട്ട് ദൈവം എന്ത് പറയും? നീ ആ മരക്കഷ്ണം എടുത്തു കൊണ്ടുവന്ന് കയ്പ് വെള്ളത്തിലിടാൻ പറയും. ഉടനെ മോസസ് മരക്കഷ്ണം എടുത്തു കൊണ്ടുവന്ന് വെട്ടിക്കൊണ്ടുവന്ന് കയ്പ് വെള്ളത്തിലിടും. ശരിക്കും പറഞ്ഞാൽ എന്താ ഇടണത്? ചില ദൈവശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും അങ്ങനെ ഒരു മരം മാറായിൽ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും മഴുവെടുത്തോണ്ട് നടക്കി മരം കണ്ടുപിടിക്കാൻ വേണ്ടി. യുക്തി കൊണ്ട് ദൈവത്തെ അന്വേഷിച്ചാൽ മതം കഴിക്കും, ദൈവവിശ്വാസം കഴിക്കും. വിശ്വാസം കൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്.
പ്രഭാഷകൻ എന്താ പറയണത്? മരമാണോ മധുരിപ്പിക്കണത്? അല്ല. കർത്താവേ, പ്രഭാഷണം 38:5, കർത്താവേ അങ്ങയുടെ ശക്തിയാൽ കയ്പ് വെള്ളത്തെ അങ്ങ് മധുരിപ്പിച്ചു വന്ന് കൈ എടിച്ച് കിടത്താണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ, സഹനാനുഭവങ്ങൾ, ദുരിതാനുഭവങ്ങൾ മധുരീകരിക്കാൻ കർത്താവേ ദിവ്യ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയെ സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ പുറപ്പാട് 15:25 മാറായിലെ കയ്പ് വെള്ളത്തെ മരം വെട്ടി വീണ് ഇട്ടപ്പോൾ മധുരിപ്പിച്ചത് മരമാണോ ദൈവത്തിൻ്റെ ശക്തിയാണോ? അതാണ് പ്രഭാഷകൻ 38:5, കർത്താവേ അങ്ങയുടെ ശക്തിയാൽ പറഞ്ഞ് കയ്പ് വെള്ളത്തെ അങ്ങ് മധുരിപ്പിച്ചു. ഇപ്പം കയ്പ് അനുഭവങ്ങളെ മധുരിപ്പിക്കണത് ആരാ? കർത്താവാണ്. നിന്നെ പറ്റിച്ച് നിൻ്റെ ഏജൻറ്റ് ചിലപ്പോൾ 5 ലക്ഷം കൊണ്ടുപോയി കഴിച്ച അനുഭവം ഉണ്ടായി. നീ വിശ്വസിച്ച ഭാര്യ, ജീവിത പങ്കാളി അല്ലെ ഭർത്താവ് നിന്നെ പറ്റിച്ചെന്ന് തന്നെ വിചാരിക്കുക, കഴിച്ച അനുഭവം ഉണ്ടായി. ദൈവവേദനെ അവനെ ഒന്നും പ്രതിയാക്കേണ്ട കാര്യമില്ല. എന്താണ്? നിൻ്റെ ദൈവത്തിൻ്റെ ശക്തിക്ക് നിൻ്റെ കഴിച്ചനുഭവങ്ങളെ മധുരിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിയിലാണ് നീ വിശ്വസിക്കുന്നത്. കൈയടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കഴിച്ച ജീവിതാനുഭവത്തെ പെട്ടെന്ന് മധുരിപ്പിക്കുന്ന മാർഗമുണ്ട്. എന്താ? മനുഷ്യരാശിയോട് മുഴുവനായിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ കയ്പ് വെള്ളത്തിൽ വെട്ടിയിട്ട് മധുരിപ്പിക്കാൻ വേണ്ടി ദൈവം ചൂണ്ടിക്കാണിച്ച ഒരു മരമുണ്ട്. ഒരു മരം മാത്രമേ ഉള്ളൂ. അതേത് മരമാ? മരമാണ്. നിന്റെ രക്ഷകൻ കുരിശിൽ തൂങ്ങി മരിച്ചിട്ട് മരണത്തെ ഉയർപ്പാക്കി മാറ്റിയ മരം. കൈയടിച്ച് കിടന്നാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായി ഉടമ്പടിയായി തീർന്നവനെ. ജീവിതം കഴിക്കുമ്പോഴേ ഒരു കുരിശിൻ്റെ കഷ്ണം വെട്ടിയിടണം അതിൻ്റെ അകത്ത്. ഭർത്താവ് കുടിക്കുമ്പോഴും ഇല്ലേ, നിന്നെ ഒരു സ്ത്രീയായിട്ട് പോലും നീ എന്നെ കരുതാത്ത ജീവിതത്തിൻ്റെ കയ്പനുഭവങ്ങളിലെ നിന്നെ കയ്പ് വെള്ളത്തിൽ വെട്ടിയിടാൻ പറ്റിയ മരമാണ് കർത്താവ് ചൂണ്ടിക്കാണിച്ചത്. ഉടനെ നീ പറയണം, വിശ്വാസി, ഈ ശക്തി ഇതിലേക്ക്. കാര്യം കുരിശ് ദൈവത്തിൻ്റെ ശക്തിയല്ലേ. കുരിശ് ദൈവത്തിൻ്റെ, സെൻറ്റ് പോളിൻ്റെ ഏറ്റവും വലിയ വചനങ്ങളിൽ ഒന്നാണ്. എന്താണ്? കുരിശ് ദൈവത്തിൻ്റെ ശക്തിയാണെന്ന്. അപ്പോൾ കർത്താവ് നീ കഴിച്ച അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് കർത്താവിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് വെക്കണം. ശിശുവിനെ, ഈ കയ്പിനെ, ഈ ബലഹീനതയെ, ഈ ശക്തിക്കുറവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കണമെന്ന് പറയുമ്പോഴേ വെട്ടിയിടുന്ന കുരിശല്ല, കർത്താവിൻ്റെ ശക്തിയാണ്. കൈ അടിച്ച് കിടന്നാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, സഖ്യയിൽ 3:3 പ്രാർത്ഥിക്കുന്നു. ജീവിത സാഹചര്യങ്ങളെ തേൻപോലെ മധുരിക്കുന്ന ദൈവിക അഭിഷേകമായി ഈ ദിവ്യകൃപാനയിൽ സഹനങ്ങൾ ഏറ്റെടുക്കാൻ, ശിശുസഹജമായ സ്നേഹത്തോടെ ഏറ്റെടുക്കാൻ പരിശുദ്ധ. പലപ്പോഴും വിശ്വാസം ശരണമായി മാറും, പലപ്പോഴും വിശ്വാസം വിശ്വസ്തമായി മാറും. അതെല്ലാം ഉടമ്പടിയെ ഊട്ടി ഉറപ്പിക്കും. അങ്ങനെ ഉടമ്പടി ഊട്ടി ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം വിശ്വസ്തനായത് കാരണം സ്വാഭാവികമായിട്ട് എന്താണ്? നിൻ്റെ ഉടമ്പടിക്ക് നിനക്ക് സാക്ഷ്യം പറയാൻ കഴിയാം. ഈ പരീക്ഷണത്തിൽ ദൈവവേദലെ നീ ജയിക്കണമെന്നാണ് ഈശോയുടെ നാമത്തിൽ എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, കയ്യൊപ്പ് പ്രാർത്ഥനയുടെ സമയമാണ്. കയ്യൊപ്പ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ നവീകരണ മേഖലയിൽ പരസ്പരം ശിരസിലാണ് കൈവെക്കുന്നത് അല്ലേ? ഉടമ്പടി പ്രകാരം കയ്യൊപ്പ് പ്രാർത്ഥന എന്താ? കൈവെപ്പ് ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്
എബ്രാഹാം ഭൃത്യനോട് ഉടമ്പടി ചെയ്യുമ്പോൾ അവൻ്റെ കൈ തൻ്റെ തുടയുടെ താഴെ വെച്ചാണ് ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ രോഗമുള്ള സ്ഥലത്ത് നമ്മൾ കൈവെക്കും. നമ്മളൊക്കെ അങ്ങനെ രോഗമുള്ള സ്ഥലത്ത് കൈവെക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയണത് എന്താണ്? കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോ ചെയ്യാൻ പോകുന്ന ഉടമ്പടിയോ നീ അനുസ്മരിക്കണമേ. ഒന്ന് പറഞ്ഞേ, കർത്താവേ, ഞാൻ എൻ്റെ രോഗമുള്ള ഇടത്ത് നിന്റെ നാമത്തിൽ കൈവെക്കുമ്പോൾ എബ്രാഹത്തിന്റെ ഭൃത്യനെ പോലെ അങ്ങനെ ഭൃത്യനായ ഞാൻ ഉടമ്പടി ഓർത്തുകൊണ്ട് കൈവെക്കുമ്പോൾ ഞാൻ അങ്ങയോട് ചെയ്ത ഉടമ്പടിയെ അനുസ്മരിച്ചുകൊണ്ട് എന്നെ സുഖപ്പെടുത്തണമേ. എപ്പോഴും അടിക്കടി ഉണ്ടാകണവർ അത് ചിലപ്പോൾ തലയുടെ ഉള്ളിൽ ചിലപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്തതാകാം, രക്തം ബ്ലോക്ക് ചെയ്തതോ എന്തെങ്കിലും രക്തം കട്ട പിടിച്ച് ആകാം, എന്തോ ആയിക്കൊള്ളട്ടെ. നീ നിൻ്റെ നെറ്റിയിലെ കർത്താവിൻ്റെ നാമത്തിൽ കൈവെക്കുക. എന്നിട്ട് പറയുക കർത്താവിനോട്, കർത്താവേ, എബ്രാഹത്തിന്റെ ഭൃത്യനെ പോലെ വിശ്വാസത്തിൽ അങ്ങയുടെ ഭൃത്യൻ അങ്ങയുടെ ഭൃത്യ നിന്റെ നാമത്തിൽ എൻ്റെ രോഗാതുരമായ സ്ഥലത്ത് ഞാൻ കൈവെക്കുന്ന എൻ്റെ തലയിലുള്ള വേദന, ചെവിയുടെ വേദന, എൻ്റെ ത്വക്ക് വേദനകൾ, കണ്ണിൻ്റെ കാഴ്ചക്കുറവ്, വായുടെയും പല്ലിൻ്റെയും ബലക്ഷയങ്ങൾ, എൻ്റെ സ്ഥിരോരോഗങ്ങൾ യേശുനാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ സ്പൊണ്ടിലോസിസ് രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ കഴുത്തിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികൾ, പ്രഷർ കുറഞ്ഞവരും കൂടിയവരും, കർത്താവിൻ്റെ നാമത്തിൽ നെഞ്ചിൽ കൈവെക്കുക. ഹൃദയരോഗികൾ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ, ഹൃദയത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞവർ, അജിയോപ്ലാസ്റ്റ് കഴിഞ്ഞവർ, അജിയോഗ്രാം കഴിഞ്ഞവരൊക്കെ ഇടത് നെഞ്ചിൽ കൈവെക്കുക. കരൾ രോഗികൾ, പാൻക്രിയാസ് രോഗികൾ വലത് നെഞ്ചിൻ്റെ താഴെ കൈവെക്കുക. നടുവേദനക്കാർ നടുവിലും, കിഡ്നി രോഗികളും നടുവിലും കൈവെക്കുക. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ കൈ ഈ നിമിഷം നിൻ്റെ കൈ ആവട്ടെ. ഈ കൈ വെക്കുമ്പോൾ ഞാൻ അങ്ങയോട് ചെയ്തതോ ചെയ്യാൻ പോകുന്ന ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് അമ്മ മാതാവിന് മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോഴ് നമ്മൾ ശരീരത്തിലെ നുളുമ്പ് രോഗങ്ങൾ, അതായത് കുഞ്ഞു കുരുക്കൾ വരുമോ, പിന്നെ വിസർപ്പ രോഗങ്ങൾ, അതെല്ലാം സ്വസ്തികയായി കൈവെക്കേണ്ടതാണ്. ശരീരം ആസകരമുള്ള രോഗങ്ങൾക്കാണ് സ്വസ്തികയായി കൈവെക്കുന്നത്. വാതരോഗങ്ങൾ, തലയിലെ താരൻ രോഗങ്ങൾ, തൊലി പൊളിഞ്ഞു വരുന്ന രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലോർഡ് ജീസസ് എന്ന വേരുകൾ ഒരു മാരക രോഗമാണ്. കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ഇടത് കക്ഷത്തെ കുരുക്കളെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തുന്ന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന പാങ്ക്രിയാസിൻ്റെ രോഗികളെ സുഖപ്പെടുന്നതായിട്ട് മെസ്സേജ് ഉണ്ട്.
നിങ്ങൾക്ക് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് നാളെ അടുത്ത ദിവസങ്ങളിൽ. ഇപ്പോഴേ അടിവയറ്റ് കൈവെക്കേണ്ട സമയമാണ്. രക്തസ്രാവ രോഗികൾ ഇപ്പോൾ അടിവയറ്റ് കൈവെക്കുക. അതിന് നാണവും മാണവും നോക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കണമെന്ന് ഓർത്താൽ മതി. പിസ്തുല രോഗികൾ അടിവയറ്റ് കൈവെക്കുക. ഫിഷ രോഗികൾ അടിവയറ്റ് കൈവെക്കുക. മക്കൾ ഇല്ലാത്തവർ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, വേര് വളരുന്നവർ, മുഴയുള്ളവർ, അണ്ടാശയത്തിന് സിസ്റ്റുള്ളവരൊക്കെ അടിവയറ്റ് കൈവെക്കുക. PCOD രോഗികൾ അടിവയറ്റ് കൈവെക്കുക. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലോർഡ് ജീസസ്, pour out your spirit. Touch the fire finger. Soak with the precious blood. I command you, in the name of Jesus Christ, to be healed. I sign with the sign of cross, so that you never again suffer from the same disease.